ഹായ് ഹലോ എല്ലാവർക്കും സോസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസിനാണ്. ഒരു പുതിയ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് നല്ല കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചൂടുകാലവും ഈ നോമ്പുകാലവും ഒക്കെ നമുക്ക് ഇത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് കയ്പില്ലാത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അതിന് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ഇട്ട് കൊടുക്കാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ടുന്നത്. അത് എല്ലാം മറ്റും കളഞ്ഞില്ല, എന്നാലും ഏകദേശം കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഓറഞ്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു അരിപ്പ വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുരു ഉണ്ടെങ്കിൽ അതൊക്കെ അത് മാറിപ്പോയിക്കോളും. നന്നായിട്ടതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിച്ചെടുത്ത ജ്യൂസ് നമ്മുടെ മിക്സിയിലേക്ക് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബുഷ് ഓറഞ്ചാണ്, നമുക്ക് വീട്ടിലുണ്ടായതാണ്. ആ ബുഷ് ഓറഞ്ചിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. ഈ ബുഷ് ഓറഞ്ച് ഇല്ലയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ നാരങ്ങ മാത്രം എടുത്താൽ മതിയാകും. നാരങ്ങയുടെ നീര് ഒരു ചെറിയ നാരങ്ങയാണ് എടുത്താലും മതി, അധികം പുളി വേണ്ട. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് അത് 2-3 സ്പൂൺ ഒഴിച്ചാൽ മതിയാകും. 3-4 ഗ്ലാസ് ജ്യൂസ് കിട്ടുന്നതാണിത്. അതിനാവശ്യമായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല. മിൽക്ക് മെയ്ഡ് അധികം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ആവശ്യത്തിന് അതിന് ചെന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം വേണം നിർബന്ധമുള്ളവർ ഐസ് ക്യൂബ് ഇടാവുള്ളേ. തണുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. വെള്ളം ചേർത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ ചൂടിനും നോമ്പ് കാലത്തും ഒക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഓറഞ്ചൊക്കെ ധാരാളം ഉള്ള സമയമാണ്, അപ്പോൾ അത് ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.